ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്ന തീയതിയിൽ നിന്നും ഒരു ദിവസം വൈകി വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. മെയ് 29-ന് വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നതെങ്കിലും മെയ് 30-ന് വൈകിട്ട് 5 മണിയോടെയാണ് പെൻഷൻ വിതരണം ആരംഭിച്ചത്. കുടിശ്ശിക ആയിരുന്ന ഡിസംബർ മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇന്നലെ മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചത്. ഭൂരിഭാഗം പേർക്കും 1600 രൂപ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിയപ്പോൾ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറച്ച് 1100, 1300, 1400 എന്നിങ്ങനെയുള്ള തുകകളാണ് എത്തിച്ചേർന്നത്. കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കുമ്പോൾ ഇവർക്ക് ഇപ്പോൾ കുറവ് വന്ന 200 മുതൽ 500 രൂപ വരെയുള്ളത് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഒട്ടേറെ പേരുടെ അക്കൗണ്ടുകളിൽ പെൻഷൻ എത്തിയിട്ടുണ്ട്. തുക ലഭിക്കുന്നവർ അക്കാര്യമൊന്ന് കമന്റായി രേഖപ്പെടുത്തുക. ഇന്നലെ വൈകിട്ട് അക്കൗണ്ടുകളിലേക്ക് തുക എത്താത്തവർക്ക് ഇന്ന് എത്തിച്ചേരുന്നതാണ്. ഭൂരിഭാഗം അക്കൗണ്ടുകളിലും ഇന്നത്തോടെ പെൻഷൻ തുക എത്തും. അപൂർവം ചില അക്കൗണ്ടുകളിലേക്ക് ശനിയും തിങ്കളുമായിട്ടും പെൻഷൻ തുക എത്തും. ഏകദേശം 25 ലക്ഷത്തോളം പേരുടെ അക്കൗണ്ടുകളിലേക്ക് തുക അയക്കുന്നുണ്ട്. പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്ലാതെ സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് ലഭിക്കുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ പെൻഷൻ ലഭിക്കുന്നതാണ്. സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുകയും ലിസ്റ്റും എത്തിയതിന് ശേഷമാണ് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് എന്നതുകൊണ്ടാണ് 1-2 ദിവസത്തെ താമസം നേരിടുന്നത്. ട്രഷറികൾ മുഖാന്തിരമാണ് കൈകളിലേക്ക് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്കും ബാങ്കുകളിലേക്കും എത്തുക. അതിനുശേഷമാണ് സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിലേക്ക് എത്തി 1600 രൂപ വീതം നൽകി തുടങ്ങുക. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം സർക്കാരിന്റെ സാമ്പത്തിക സഹായത്താൽ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ നൽകുന്ന 16 ക്ഷേമനിധി ബോർഡുകളുടെ ഡിസംബർ മാസത്തെ പെൻഷനും ഇതോടൊപ്പം വിതരണം ആരംഭിക്കുന്നുണ്ട്. ഈ പെൻഷൻ നൽകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായമില്ലാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമനിധി പെൻഷൻ വിതരണം ചെയ്യുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ 14 മാസത്തെ കുടിശ്ശികയിൽ 1 മാസത്തെ പെൻഷൻ കുടിശ്ശിക തുകയും വിതരണം ചെയ്തു വരികയാണ്. കുടിശ്ശിക പെൻഷനുകളാണെങ്കിലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി എല്ലാ മാസവും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നുണ്ട്. ഇനിയും ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള 5 മാസത്തെ പെൻഷനുകൾ കുടിശ്ശിക ആയിരിക്കുകയാണ്. ഇതെന്നാണ് വിതരണം ചെയ്ത് തീർത്ത് ധനമന്ത്രി നേരത്തെ അറിയിച്ചതുപോലെ എല്ലാ മാസത്തെയും പെൻഷൻ അതത് മാസം അവസാനം തന്നെ നൽകുന്ന സ്ഥിതിയിലേക്ക് മാറുക എന്നത് അറിയില്ല. ജൂൺ മാസത്തിലും 1 മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കടമെടുക്കുന്നതിന് കഴിഞ്ഞ ആഴ്ച അനുമതി നൽകിയ 18,000 കോടിയിൽ 3,500 കോടി മാത്രമേ ഇപ്പോൾ കടമെടുത്തിട്ടുള്ളൂ. അതിൽ നിന്നാണ് 900 കോടി രൂപ ചിലവാക്കി 1 മാസത്തെ പെൻഷൻ നൽകിയത്. ജൂണിലും കടമെടുക്കുന്നുണ്ട് എന്ന് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ജൂൺ മാസത്തിലും അതിൽ നിന്നൊരു പങ്കെടുത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.